നമ്മുടെ സ്പൈഡർമാൻ്റെ 4 മൂവി ഓൾറെഡി സ്പൈഡർമാൻ ബ്രാൻഡ് ന്യൂ ഡേ എന്ന് പറഞ്ഞിട്ട് ടൈറ്റിൽ കൊടുത്തിട്ടുള്ളതൊക്കെ നിങ്ങൾക്ക് അറിയായിരിക്കും. ഇപ്പോൾ പുതിയൊരു അപ്ഡേറ്റ് കിട്ടിയിരിക്കുകയാണ്. അതായത് സ്പൈഡർമാൻ 4 നമ്മുടെ ഹൾക്കിനെ ഒരു വില്ലനാക്കിയിട്ട് കൊണ്ടുവരാൻ പോകാമെന്ന്. അതും വെറും ഹൾക്കല്ല, സാവേജ് ഹൾക്ക്. സോ അതിനെക്കുറിച്ചുള്ള കൂടുതൽ കാര്യങ്ങളാണ് നമ്മൾ ഈ വീഡിയോയിൽ നോക്കാൻ വേണ്ടി പോകുന്നത്. സോ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക. ഇനി ഇതുപോലുള്ള അപ്ഡേറ്റ്സും കോമിക്സിനെ കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ അറിയാൻ വേണ്ടിയിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ആക്ച്വലി ഓൾറെഡി ഇപ്പോൾ നമുക്ക് അറിയാവുന്ന ഒരു കാര്യമാണ്. അതായത് ഈ സ്പൈഡർമാൻ ബ്രാൻഡ് ന്യൂ ഡേയിൽ ടോട്ടലായിട്ട് 3 വില്ലന്മാർ ഓൾറെഡി കൺഫേംഡ് ആണ്. ആദ്യത്താണ് ടോം സ്റ്റോൺ, പിന്നെ ബൂമറാങ്, പിന്നെ നമ്മുടെ സ്കോർപ്പിയൻ. അതായത് നമ്മുടെ ഹോം കമ്മിയിൽ കണ്ടിട്ടുണ്ടാവില്ല ആ എൻഡിൽ ആ സ്കോർപ്പിയൻ. പിന്നെ ഇപ്പോൾ ഒരു ട്രസ്റ്റബിൾ ഇൻസൈഡർ തന്നിരിക്കുന്ന ഒരു ലീക്കാണ്. അതായത് അതിലുള്ള മെയിൻ വില്ലനായിട്ട് വരാൻ പോകുന്നത് നമ്മുടെ ഹൾക്ക്, അത് സാവേജ് ഹൾക്കാണെന്ന്. അപ്പോഴും നിങ്ങൾക്കൊരു ഡൗട്ട് വരും, ഇപ്പോൾ MCUവിലുള്ളത് പ്രൊഫസർ ഹൾക്കല്ലേ, പിന്നെ എങ്ങനെയാണോ നീ പറയുന്ന പോലെ സാവേജ് ഹൾക്ക് വരാമെന്ന് അല്ലേ? പറയാം. ഒന്നാമത്തെ കാര്യം എല്ലാവർക്കും ഡൗട്ട് ഉണ്ടാവും, അത് ഹൾക്ക് എങ്ങനെയാടാ ഒരു സ്പൈഡർമാൻ പടത്തിൽ വരാൻ പോകുന്നതല്ലേ. ആക്ച്വലി ഇതൊരു ചുമ്മാ ന്യൂസ് അല്ല, മൊത്തം ഫാൻഡം തന്നെ ഇപ്പോൾ ഇതാണ് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. കാരണം അപ്ഡേറ്റ് അങ്ങനെയാണല്ലോ, അത് ഹൾക്ക്, സാവേജ് ഹൾക്ക് സ്പൈഡർമാൻ്റെ ഒരു പടത്തിൽ. ആക്ച്വലി ഇത് നമ്മൾ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് വന്നിട്ടുള്ളൊരു കാര്യമാണെങ്കിലും നമ്മളിത് എക്സ്പെക്റ്റ് ചെയ്യണമായിരുന്നു. കാരണം സോണി, മാർവൽ നമ്മുടെ സോണിയുടെ കൂടെ ഇട്ടിരിക്കുന്ന ഒരു ഡീൽ അങ്ങനെയാണ്. അതായത് സോണി ഇറക്കുന്ന ഒരു സ്പൈഡർമാൻ പടത്തിൽ നമ്മുടെ മാർവലിനെ ബേസ് ചെയ്തിട്ടാണെങ്കിൽ അതിൽ ഒരു MCUവിലെ ക്യാരക്ടർ ഉണ്ടായിട്ടുണ്ടാവണം. ഇതുവരെ വന്നിട്ടുള്ള MCU പടങ്ങളിൽ നമ്മുടെ സ്പൈഡർമാനെ ബേസ് ചെയ്തിട്ടുള്ള MCU പടങ്ങൾ ശ്രദ്ധിച്ചാൽ കാണാൻ പറ്റൂ. അതായത് സോണിയാണ് ഇറക്കുന്നതെങ്കിലും നമ്മുടെ സ്പൈഡർമാൻ ഒരു മാർവൽ ക്യാരക്ടറിൻ്റെ അണ്ടറിലായിരിക്കും ഉണ്ടായിട്ടുണ്ടാവുക. നമ്മുടെ ഹോം കമ്മിങ് ആണെങ്കിൽ നമ്മുടെ ടോണി സ്റ്റാർക്കിൻ്റെ അണ്ടറിൽ, നമ്മുടെ ഫാർ ഫ്രം ഹോം ആണെങ്കിൽ നമ്മുടെ ഹാപ്പി ഹോഗനെ പോലുള്ള മാർവൽ ക്യാരക്ടേഴ്സ് അതിലുണ്ടായിട്ടുണ്ടാവും. ഇപ്പോൾ നോ വേ ഹോം ആണെങ്കിൽ നമ്മുടെ ഡോക്ടർ സ്ട്രേഞ്ച്. അങ്ങനെ നമ്മുടെ മാർവൽ ക്യാരക്ടേഴ്സിൻ്റെ ഒരു അണ്ടറിലായിരിക്കും നമ്മുടെ സ്പൈഡർമാൻ്റെ മെയിനായിട്ട് സ്റ്റോറി പോകുന്നത് തന്നെ. ആക്ച്വലി പടത്തിൻ്റെ കാര്യത്തിൽ നമ്മുടെ മാർവലും സോണി നമ്മളുടെ ഡീൽ അങ്ങനെയാണ്. അതേപോലെ തന്നെ ഈ സ്പൈഡർമാൻ 4 പുള്ളിയുടെ മെൻറ്ററായിട്ടോ അല്ലെങ്കിൽ ഒരു സപ്പോർട്ടിംഗ് റോൾ എന്ന് പറയുമ്പോൾ അത് എങ്ങനെയാവാം, വില്ലനായിട്ടോ പുള്ളിയുടെ മെൻറ്ററായിട്ടോ എങ്ങനെയും വരാം. അതൊരു MC ക്യാരക്ടറാണെന്നാണ് ഇപ്പോൾ പറയുന്ന ലീക്സ്. സോ അങ്ങനെയാണ് ഇപ്പോൾ നമ്മുടെ ഹൾക്ക് വരാൻ പോകുന്നതെന്നാണ് എല്ലാവരും പറയുന്നത്. ഒരു പക്ഷേ തുടക്കത്തിൽ എങ്ങനെയാണോ നമ്മുടെ ഡോക്ടർ സ്ട്രേഞ്ചും സ്പൈഡർമാനും ആദ്യം ഒരു മെൻറ്ററായിട്ട് തുടങ്ങിയത്, പിന്നെ അവർ തമ്മിൽ ഒരു ഫൈറ്റ് നടന്നതുപോലെ ചിലപ്പോൾ തുടക്കത്തിൽ നമ്മുടെ പ്രൊഫസർ ഹൾക്കും സ്പൈഡർമാനും ഒരു മെൻറ്ററിനെ പോലെയൊക്കെ പോയിട്ട് പിന്നെ നമ്മുടെ ഹൾക്ക് വേഴ്സസ് സ്പൈഡർമാൻ ഒരു ഫൈറ്റ് വരുന്ന പോലെ എന്തെങ്കിലും ഒരു സിറ്റുവേഷൻ വന്നിട്ട് ചിലപ്പോൾ കാണിക്കാം. ഇനി അതെങ്ങനെയാണ് നടക്കാൻ പോകുന്നതെന്നൊക്കെ കുറച്ച് തിയറീസ് ഉണ്ട്. അത് നമുക്ക് ആദ്യം നോക്കാം. ആദ്യം നമുക്ക് അറിയേണ്ട കാര്യമാണ് ഹൾക്ക് ഇപ്പോൾ എവിടെയാണെന്ന്. അതായത് ക്യാപ്റ്റൻ അമേരിക്ക ബ്രേവ് ന്യൂ വേൾഡിൽ സത്യം പറഞ്ഞാൽ അതൊരു ഹൾക്ക് പടമാണ്. ഹൾക്കിനെ സംബന്ധിച്ചിട്ടുള്ള എല്ലാ ക്യാരക്ടേഴ്സും വന്നിട്ടുണ്ടാവും, പക്ഷേ ഹൾക്ക് ഉണ്ടായിട്ടുണ്ടാവില്ല. ഹൾക്ക് ഇല്ലാത്തൊരു ഹൾക്ക് പടമാണ് ശരിക്കും അത്. അല്ലെങ്കിൽ ഇവന്മാരങ്ങനെ ആവശ്യമുള്ള സമയത്തൊന്നും യൂസ് ചെയ്യരുത്. ഇപ്പോൾ എന്താണ് ഇത് ആവശ്യമുള്ളത് തന്നെയാണ്. എന്തായാലും ഇപ്പോൾ പ്രൊഫസർ ഹൾക്കായിട്ടാണ് ഹൾക്ക് MCUവിലുള്ളത്. അതുകൊണ്ട് തന്നെ പുള്ളീനെ സാവേജ് ഹൾക്കായിട്ടാണ് എല്ലാവർക്കും കാണുന്നത്. അതുകൊണ്ട് തന്നെ ഫാൻസ് എല്ലാവരും അതിനാണ് ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ സ്പൈഡർമാൻ ബ്രാൻഡ് ന്യൂ ഡേ ആ ഒരു ട്രാൻസിഷൻ പോയിൻ്റ് ആയിട്ടാണ് നമ്മുടെ ഹൾക്കിൻ്റെ യൂസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. ഒരു പക്ഷേ പ്രൊഫസർ ഹൾക്ക് ആ പേരിൽ തന്നെ ഉണ്ടല്ലോ, ചിലപ്പോൾ നമ്മുടെ പീറ്റർ പാർക്കർ ഇപ്പോൾ പോകാൻ പോണ കോളേജിലൊക്കെ എന്തെങ്കിലും ഒരു പ്രൊഫസറൊക്കെ ആയിട്ട് നമ്മുടെ ഹൾക്ക് ചിലപ്പോൾ ഉണ്ടായെന്ന് വരാം. കാരണം ഇതിന് മുമ്പ് പുള്ളി പഠിച്ചിട്ടുണ്ടായിരുന്ന ഹൈസ്കൂളിൽ തന്നെ ഒരുപാട് ഫോട്ടോസ് കണ്ടിട്ടുണ്ടാവും. അതിൽ തന്നെ ആളുകൾ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഓഫ്കോഴ്സ് നമ്മുടെ ബ്രൂസ് ബാനറാണ്. ഇപ്പോൾ പ്രൊഫസർ ഹൾക്കിൻ്റെ മൈൻഡ് കൺട്രോളുള്ളത് നമ്മുടെ ബ്രൂസ് ബാനറാണ്. സോ പുള്ളി വല്ല കോളേജിലൊക്കെ പഠിപ്പിക്കാൻ പോകുന്നുണ്ടാവും. അങ്ങനെയായിരിക്കും ചിലപ്പോൾ ഇവർ കണ്ടുമുട്ടുന്നതും മെൻറ്റർ ആവുന്നതും. അങ്ങനെയായിരിക്കും നമ്മുടെ പീറ്റർ പാർക്കറാണ് സ്പൈഡർമാൻ എന്നുള്ള സത്യം നമ്മുടെ ഹൾക്ക് ചിലപ്പോൾ അറിയുന്നത്. ഇനി നിങ്ങൾക്കുള്ള അടുത്ത ചോദ്യം, അതെങ്ങനെയാണ് നടക്കാൻ പോകുന്നത്? നമ്മുടെ ഡോക്ടർ സ്ട്രേഞ്ചിന് പോലും ഓർമ്മയില്ല പീറ്റർ പാർക്കറാണ് സ്പൈഡർമാൻ എന്നുള്ളത്. കാരണം അങ്ങനെ ഒരു സ്പെല്ലിട്ടിട്ടാണ് ഈ യൂണിവേഴ്സിലുള്ള എല്ലാവരും പീറ്റർ പാർക്കറാണ് സ്പൈഡർമാൻ എന്നുള്ള കാര്യം ഇപ്പോൾ മറന്നിരിക്കുന്നത്. അപ്പോൾ പിന്നെ എങ്ങനെ ഹൾക്കിന് ഓർമ്മയുണ്ടാവുന്നുള്ളതല്ലേ? ഇവിടെയാണ് നമ്മൾ ഒന്ന് കോമിക്കിലേക്ക് എത്തി നോക്കേണ്ടത്. കാരണം കോമിക്കിലും എക്സാക്ട് ഇതേപോലത്തെ ഒരു സംഭവം നടക്കുന്നുണ്ട്. കാരണം ഈ നോ വേ ഹോമിൻ്റെ അഡാപ്റ്റേഷനായിട്ട്, സ്പൈഡർമാൻ വൺ മോർ ഡേ എന്ന് പറയുന്ന കോമിക്കിൻ്റെ അഡാപ്റ്റേഷനിലാണ് നോ വേ ഹോം തന്നെ വന്നിട്ടുള്ളത്. സോ ആ ഒരു കോമിക്കിൽ ഇങ്ങനൊരു കാര്യം നടക്കുന്നുണ്ട്. അതിൽ നമ്മുടെ ബെഫിസ്റ്റോ ആയിട്ടൊക്കെ ഒരു ഡീലിട്ട് അങ്ങനെയൊക്കെയാണ് പുള്ളിയുടെ ഐഡൻറ്റിറ്റി, പീറ്റർ പാർക്കറാണ് സ്പൈഡർമാൻ എന്നുള്ള കാര്യമൊക്കെ എല്ലാവരും മറക്കുന്നത്. അങ്ങനെയായിരിക്കും പുള്ളിൻ്റെ പീറ്റർ പാർക്കറാണ് സ്പൈഡർമാൻ എന്നുള്ള കാര്യം എല്ലാവരും മറന്നിട്ടുണ്ടാവുക. ആ ഒരു ഘട്ടത്തിലേക്ക് നമ്മുടെ ലോക്കി എന്തൊക്കെയോ ചില ട്രിക്കൊക്കെ ചെയ്തിട്ട് നമ്മുടെ പീറ്റർ പാർക്കറിനെ ഒരു ഹൾക്കാക്കിയിട്ട് തന്നെ മാറ്റിയിട്ടുണ്ടാവും. അപ്പോൾ ഓഫ്കോഴ്സ് പുള്ളിനെ സ്റ്റോപ്പ് ചെയ്യാൻ വേണ്ടി വരുന്നത് നമ്മുടെ ഹൾക്കാണ്. അങ്ങനെ നമ്മുടെ പീറ്റർ പാർക്കർ നോർമൽ ആയതിനു ശേഷം നമ്മുടെ ഹൾക്ക് പീറ്റർ പാർക്കറിനോട് സംസാരിക്കുന്നുണ്ട്. അതായത് പീറ്റർ, നീ നന്നായിട്ട് തന്നെ അതിൽ ഉള്ളത്, നിൻ്റെ ബോഡിയൊക്കെ നോക്കിക്കോണേന്ന്. അപ്പോഴാണ് നമ്മുടെ പീറ്റർ പാർക്കർ തന്നെ അതിശയിക്കുന്നത്. പീറ്റർ പാർക്കറാണ് സ്പൈഡർമാൻ എന്നുള്ള കാര്യം ഈ യൂണിവേഴ്സിലുള്ള ആർക്കും തന്നെ അറിയില്ല. പിന്നെ എങ്ങനെ ഹൾക്കിന് പുള്ളിയുടെ പേരറിയാമെന്നുള്ളത്. അപ്പോഴാണ് നമ്മുടെ ഹൾക്ക് ഒരു കാര്യം പറയുന്നത്, ബ്രൂസ് ബാനർ ചിലപ്പം നിന്നെ മറന്നിട്ടുണ്ടാവും, പക്ഷേ ഹൾക്ക് ഒരിക്കലും ഒന്നും മറക്കില്ലെന്ന് പറയും. അതായത് നമ്മുടെ ഹൾക്കിന് ഇപ്പോഴും പീറ്റർ പാർക്കറാണ് സ്പൈഡർമാൻ എന്നുള്ള കാര്യം അറിയാം, പക്ഷേ ബ്രൂസ് ബാനറിന് മറന്നു. ചിലപ്പോൾ ഈ ഒരു കാര്യം തന്നെയായിരിക്കും സപ്പോസ് ഇങ്ങനൊരു സ്റ്റോറി നമ്മുടെ MCUവിൽ ഈ ബ്രാൻഡ് ന്യൂ ഡേയിൽ നടക്കാൻ പോകുന്നുണ്ടെങ്കിൽ കൊണ്ടുവരാൻ വേണ്ടി പോകുന്നത്. കാരണം ആ ഇൻസൈഡ് റിപ്പോർട്ടർ അനുസരിച്ചിട്ട് ഇപ്പോൾ സാവേജ് ഹൾക്കാണ് വരാൻ വേണ്ടി പോകുന്നത്. ആ സാവേജ് ഹൾക്കിൻ്റെ മൈൻഡിനെ ഓഫ്കോഴ്സ് ആർക്കും തന്നെ കൺട്രോൾ ചെയ്യാൻ പറ്റില്ല. അങ്ങനെ നമ്മുടെ ബ്രൂസ് ബാനർ ചിലപ്പോൾ മറന്നിട്ടുണ്ടാവും. ചിലപ്പോൾ സാവേജ് ഹൾക്കിന് പീറ്റർ പാർക്കറിനെ കുറിച്ചുള്ള മെമ്മറീസൊക്കെ ചിലപ്പോൾ ഇപ്പോഴും അവിടെ തന്നെ ഉള്ളതുപോലെ ചിലപ്പോൾ കാണിച്ചെന്ന് വരാം. അങ്ങനെ ആ സാവേജ് ഹൾക്കായിട്ട് മാറി നമ്മുടെ ഹൾക്കിനെ സ്റ്റോപ്പ് ചെയ്യാൻ വേണ്ടി നമ്മുടെ പീറ്റർ പാർക്കർ വരുന്ന പോലെയും കാണിക്കാം.
അതായത് നമ്മുടെ സാവേജ് ഹൾക്കിനെ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് വരുന്ന പുള്ളിയാണ് മെയിൻ വില്ലൻ. പുള്ളിനെ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് വരുന്ന ഒരു ക്യാരക്ടറായിട്ടാണ് സ്പൈഡർമാൻ ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത്. എനിക്ക് തോന്നുന്നത് ഇപ്പോൾ അൾട്രോൺ ഏജ് ഓഫ് അൾട്രോണിൽ നമ്മുടെ വാണ്ട എങ്ങനെയാണോ ഹൾക്കിനെ ട്രിഗർ ചെയ്ത് വിടുന്നത്, അങ്ങനെ ചിലപ്പോൾ ഏതെങ്കിലും ഒരു ക്യാരക്ടർ നമ്മുടെ ഹൾക്കിനെ ട്രിഗർ ചെയ്ത് വിട്ടിട്ട് പുള്ളി ചിലപ്പോൾ സാവേജ് ഹൾക്കായിട്ട് മാറിയിട്ട് പുള്ളിനെ ടേക്ക് കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ ചില സ്പൈഡർമാൻ വരുന്ന പോലെയും ചിലപ്പോൾ പറയാം. കാരണം ടെക്നിക്കലി നോക്കുമ്പോൾ അതാണ് പോസിബിൾ. കാരണം ഹൾക്ക് ടെക്നിക്കലി എൻ അവഞ്ചർ. കാരണം ഒരു ഹീറോയും വേറൊരു ഹീറോയും ചിലപ്പോൾ എക്സാക്ട് വില്ലൻ ഹീറോ എന്നുള്ള രീതിക്ക് പോകാൻ ചാൻസ് ഇല്ല. രണ്ടുപേരും ഹീറോസാണ്. അതല്ലെങ്കിൽ പുള്ളിയുടെ അവസാനം ഓഫ്കോഴ്സ് മാർവലിൻ്റെ ആ ക്ലീഷ്യ ചിലപ്പോൾ ഫോർമുല ഫോളോ ചെയ്തെന്ന് വരാം. നമ്മുടെ ആൾക്ക് മനസ്സ് മാറിയിട്ട് പഴയതുപോലെ ആവുന്നെന്നും നല്ലവനാവുന്നെന്നും ചിലപ്പോൾ ആ പുള്ളിയുടെ മൈൻഡ് കൺട്രോളിൽ നിന്ന് പുറത്ത് വന്നെന്ന് ചിലപ്പോൾ പറഞ്ഞെന്ന് വരാം. ഉദാഹരണത്തിന് നോവേ ഹോമിൽ എങ്ങനെയാണോ ഇപ്പോൾ നമ്മുടെ ഡോക്ടർ സ്ട്രേഞ്ചും സ്പൈഡർമാനും തമ്മിൽ മിസ്അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടായിട്ടൊരു ഫൈറ്റ് നടക്കുന്നത്, അതേപോലെ ചിലപ്പോൾ ഒരു ഫൈറ്റ് ആയിരിക്കാമെന്നും വരാം. അങ്ങനെ നമ്മുടെ സാവേജ് ഹൾക്കിനെ ആരെങ്കിലും ട്രിഗർ ചെയ്ത് വിട്ടിട്ട് അണ്ണാ നിങ്ങൾ നല്ലവനാണെന്ന് പറഞ്ഞിട്ട് ചിലപ്പോൾ നമ്മുടെ സ്പൈഡർമാൻ പുള്ളിനെ തിരുത്താൻ വേണ്ടി വരുന്ന പോലെയും പറയാം. ഇനി അടുത്ത ചോദ്യം, ഇങ്ങനൊരു കാര്യം നടക്കുകയാണെങ്കിൽ ആരങ്ങനെ നമ്മുടെ ആൾക്കിനെ ട്രിഗർ ചെയ്യുന്നുള്ളതല്ലേ? ആക്ച്വലി ഉള്ളിലുള്ള ചീത്ത കാര്യങ്ങളൊക്കെ പുറത്തു കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ഒരാൾക്കേ പറ്റുള്ളൂ. അഫ്കോഴ്സ് ആ വില്ലൻ ഓൾറെഡി ഇതിലുണ്ടെന്ന് ബ്രാൻഡ് ന്യൂ ഡേയിൽ ഉണ്ടെന്ന് ഓൾമോസ്റ്റ് കൺഫേംഡ് ആയിട്ടുള്ള കാര്യമാണ്. വേറെ ആര്? മിസ്റ്റർ നെഗറ്റീവ് തന്നെ. അതായത് ബ്രാൻഡ് ന്യൂ ഡേ അനൗൺസ് ചെയ്ത അപ്പം തന്നെ മിസ്റ്റർ നെഗറ്റീവ് ബ്രാൻഡ് ന്യൂ ഡേയിൽ മെയിൻ വില്ലനായിട്ട് വരാൻ പോവാണെന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് റൂമേഴ്സ് ഉണ്ടായിരുന്നു. പിന്നെ വേറെ റൂമർ ഉണ്ടായിരുന്നു, അതായത് മിസ്റ്റർ നെഗറ്റീവിനെ ജെൻഡർ സ്വാപ്പ് ചെയ്തിട്ട് ഒരു ഫീമെയിൽ ക്യാരക്ടറായിട്ട് കാണിക്കാൻ പോവാണെന്ന്. അങ്ങനെ നോക്കുകയാണെങ്കിൽ ഈ മിസ്റ്റർ നെഗറ്റീവ് എന്ന് പറയുന്നത് ഒരാളുടെ ഉള്ളിലുള്ള ചീത്ത സ്വഭാവം അവരുടെ തന്നെ ഒരു മോശ സ്വഭാവത്തെ പുറത്തു കൊണ്ടുവരാൻ മാത്രം കേപ്പബിൾ ആയിട്ടുള്ള ഒരാളാണ്. അതായത് അന്യനിൽ എങ്ങനെയാണെന്നാണ് അമ്പിയുള്ളത്, അതുപോലെയാണ് പ്രൊഫസർ ആൾക്ക് MCUലുള്ളത്. അങ്ങനെ പുള്ളിയുടെ ഉള്ളിലുള്ള ചീത്ത സാധനങ്ങൾ ഒരു ഡിസ്ട്രക്ഷൻ പുറത്തു കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് മിസ്റ്റർ നെഗറ്റീവ് തന്നെയായിരിക്കും ചിലപ്പോൾ സാവേജ് ഹൾക്കിനെ പുറത്തു കൊണ്ടുവരുന്നത്. പിന്നെ വേറൊരു കാര്യം കൂടി ഉണ്ട്, അതായത് മിസ്റ്റർ നെഗറ്റീവ് ഒരാളുടെ ഉള്ളിലുള്ള ഒരു ചീത്ത സ്വഭാവങ്ങളോ അവരുടെ തന്നെ ഒരു ഈവിൾ സൈഡ് പുറത്ത് കൊണ്ടുവരികയാണെങ്കിൽ അവർ ഒരു ഗ്രേ കളറായി മാറും. അങ്ങനെ എന്തുകൊണ്ട് ചിലപ്പോൾ നമ്മുടെ ഹൾക്ക് തന്നെ ഒരു ഗ്രേ കളറായി മാറിക്കൂടാ? ആക്ച്വലി നമ്മൾ ഓൾറെഡി ഇപ്പോൾ നമ്മുടെ പ്രൊഫസർ ഹൾക്കിനെ കണ്ടു, സാവേജ് ഹൾക്കിനെ കണ്ടു, ആംഗ്രി ഹൾക്കിനെ എല്ലാവരെയും കണ്ടു. പിന്നെ അതേപോലെ തന്നെ ഹൾക്കിൻ്റെ വേറൊരു പേഴ്സണാലിറ്റിയാണ് ജോ ഫിക്സിറ്റ്, അതായത് ഗ്രേ ഹൾക്ക്. എനിക്ക് മനസ്സിലാവുന്നുണ്ട് എല്ലാവരും ഹാപ്പി ആവുന്ന ഹൾക്കിന് വീണ്ടും നമ്മുടെ സാവേജ് ഹൾക്കായിട്ട് കാണാൻ പോകാമെന്നൊക്കെയുള്ള ഒരു ഹാപ്പിനെസ് ഉണ്ടെങ്കിലും ഇങ്ങനെ നടക്കുകയാണെങ്കിൽ വീണ്ടും നിങ്ങളെല്ലാവരും നിരാശപ്പെടാൻ വേണ്ടി പോവാണ്. കാരണം എങ്ങനെയൊക്കെ നോക്കിയാലും ഇങ്ങനെ വരികയാണെങ്കിൽ അഫ്കോഴ്സ് സ്പൈഡർമാൻ്റെ കൈകൊണ്ട് ഏതെങ്കിലും ഒരു വിധത്തിൽ ഹൾക്ക് ഡിഫീറ്റ് ആയേ പറ്റൂ. എൻഡ് ഓഫ് ദി ഡേ ഇറ്റ് ഇസ് എ സ്പൈഡർമാൻ മൂവി. അതെന്തേലാവട്ടെ, ഇതിൽ നമ്മുടെ സാവേജ് ഹൾക്ക് വന്നതിന് ശേഷം വീണ്ടും ഇവിടുന്ന് നമ്മുടെ സാവേജ് ഹൾക്കിന് ഒരു സ്റ്റോറി ലൈൻ സ്റ്റാർട്ട് ആവുമെന്നാണ് പറയുന്നത്. ഒരുപാട് നാളായിട്ട് വേൾഡ് വാർ ഹൾക്ക് ഇന്ന് വരുന്നു നാളെ വരുന്നതൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നല്ലേ. ചിലപ്പോൾ ഇതിന് ശേഷം വേൾഡ് വാർ ഹൾക്കിൻ്റെ സ്റ്റോറി ലൈൻ തന്നെ ചിലപ്പോൾ കിക്ക് ഓഫ് ചെയ്യാൻ വേണ്ടി ചാൻസ് ഉണ്ട്. കാരണം ഒരു പക്ഷേ നടക്കാനും ചാൻസ് ഉണ്ട്. കാരണം ഒഫീഷ്യലി ഇപ്പോൾ സീക്രട്ട് വാർസ് വരെ 3 പടങ്ങളാണ് കൺഫേം ചെയ്തിട്ടുള്ളത്, അതായത് ബ്രാൻഡ് ന്യൂ ഡേ, ഡൂംസ് ഡേ, സീക്രട്ട് വാർസ്. പക്ഷേ മാർവൽ തന്നെ ഒഫീഷ്യലി ഒരു അൺടൈറ്റിൽഡ് പ്രോജക്റ്റ് ഓൾറെഡി കൺഫേം ചെയ്തിട്ടുണ്ട്. അതെന്തുകൊണ്ട് നമ്മുടെ വേൾഡ് വാർ ഹൾക്കായിക്കൂടാ? അതായത് നമ്മുടെ അവഞ്ചേഴ്സ് ഡൂംസ് ഡേക്കും സീക്രട്ട് വാർസിൻ്റെ ഇടയ്ക്ക് ഒരു പടം. അതെന്തെങ്കിലുമൊക്കെ ചെയ്ത് നമ്മുടെ ഡൂം ചിലപ്പോൾ ഹൾക്കിനെ വേറെ ഏതെങ്കിലും പ്ലാനറ്റ് ഇട്ടിട്ട് ആ പ്ലാനറ്റിൽ ചിലപ്പോൾ നമ്മുടെ ഹൾക്കിൻ്റെ ഒരു സ്റ്റോറി നടക്കുന്ന പോലെ ചിലപ്പോൾ കാണിക്കാം. ആക്ച്വലി കറക്റ്റായിട്ട് നോക്കുകയാണെങ്കിൽ ഏജ് ഓഫ് അൾട്രോണിന് ശേഷം നമ്മുടെ സക്കാറിൽ ഹൾക്ക് പോയി വീണതിന് ശേഷമാണ് ശരിക്കും വേൾഡ് വാർ ഹൾക്ക് സ്റ്റോറി തന്നെ നടക്കട്ടെ. ചിലപ്പോൾ ഇങ്ങനെ കൊണ്ടുവരുമെന്നെങ്കിലും നമുക്ക് നോക്കാം. എന്തായാലും ഈ ഒരു ഓപ്പർച്യൂണിറ്റി അവർ കറക്റ്റായിട്ട് യൂസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് എല്ലാവർക്കും ഹാപ്പി ആവാനുള്ളൊരു വക കിട്ടും വേൾഡ് വാർ ഹൾക്ക്. കാരണം നിങ്ങൾ തന്നെ ഇപ്പോൾ ഒരുപാട് ലീക്സും കാര്യങ്ങളൊക്കെ കേട്ടിട്ടുണ്ടാവും, അതായത് വേൾഡ് വാർ ഹൾക്ക് എന്തായാലും വരുന്നൊക്കെ പറഞ്ഞിട്ട്. സോ എല്ലാം കൂടി കൂട്ടിക്കഴിച്ച് നോക്കുമ്പോൾ വരാനാണ് ചാൻസ്. ഇനി ആ അൺടൈറ്റിൽഡ് പ്രോജക്റ്റിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഒരു പക്ഷേ അത് ഹൾക്കിൻ്റെ ആവണമെന്നുമില്ല, അത് ചിലപ്പോൾ ഡോക്ടർ സ്ട്രേഞ്ച് 3 ആവണമെന്നുമുണ്ട്. കാരണം ഓൾറെഡി ഇപ്പോൾ നമ്മുടെ ക്ലിയറുടെ കൂടെ ഡാർക്ക് ഡയമെൻഷൻ്റെ ഉള്ളിലേക്ക് ഡോക്ടർ സ്ട്രേഞ്ച് പോയിട്ടുണ്ട്. ആ പോയതിനു ശേഷം അവരെന്തായി എവിടെയായി എന്നൊക്കെ ഒരു അറിവുമില്ല. ഇപ്പോൾ എന്തായാലും ഡൂംസ് ഡേ അനൗൺസ് ചെയ്തു, അവർക്ക് എന്തായി എന്നൊക്കെ പറഞ്ഞെങ്കിലേ പുള്ളി നമ്മുടെ ഡോക്ടർ സ്ട്രേഞ്ച് ആ ഡൂംസ് ഡേയിലോ സീക്രട്ട് വാർസിലോ വരുമ്പോൾ ഒരു ജസ്റ്റിഫിക്കേഷൻ പറയാൻ വേണ്ടി പറ്റുള്ളൂ. കാരണം അവർ ആ പോയതിനു ശേഷം എന്താ നടന്നതെന്ന് നമുക്ക് അറിയണമല്ലോ. ചിലപ്പോൾ ഡോക്ടർ സ്ട്രേഞ്ചിൻ്റെ ഒരു പടമായിരിക്കും അത്. കാരണം ഇപ്പോൾ തന്നെ ഡൂംസ് ഡേയുടെ കാസ്റ്റ് ലിസ്റ്റിൽ എവിടെയും നമ്മുടെ ബെനഡിക്ട് കംബർബച്ച് നമ്മുടെ ഡോക്ടർ സ്ട്രേഞ്ച് ആയിട്ട് അഭിനയിക്കുന്ന പുള്ളിയുടെ പേര് എവിടെയും തന്നെ അനൗൺസ് ചെയ്തിട്ടില്ല. ഒരു പക്ഷേ ഡൂംസ് ഡേയിൽ നമ്മുടെ പുള്ളി വരാതെ അതിനുശേഷം സീക്രട്ട് വാർസിന് മുമ്പേ ഡൂംസ് ഡേക്ക് ശേഷം ഒരു പടം ഇറക്കിയിട്ട് അതിൽ ഡോക്ടർ സ്ട്രേഞ്ച് ഡാർക്ക് ഡയമെൻഷനിൽ എന്തായിരുന്നു ചെയ്തുകൊണ്ടിരുന്നതെന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ സീക്രട്ട് വാർസിൽ ഡയറക്റ്റായിട്ട് ചിലപ്പോൾ പുള്ളിനെ കൊണ്ടുവന്നൊന്നും വരാം. കാരണം എങ്ങനെയൊക്കെ നോക്കിയാലും സീക്രട്ട് വാർസിൽ നമ്മുടെ ഡോക്ടർ സ്ട്രേഞ്ച് വന്നേ പറ്റൂ. കോമിക്സിലാണെങ്കിലും ഡോക്ടർ സ്ട്രേഞ്ചിന് ഒരു മെയിൻ റോൾ ഉണ്ട്. കാരണം ഉപ്പില്ലാതെ കറി ഉണ്ടാക്കാൻ പറ്റില്ലല്ലോ. കാരണം അതേപോലത്തെ ഒരു ക്യാരക്ടറാണ് ഡോക്ടർ സ്ട്രേഞ്ച് സീക്രട്ട് വാർസിൽ. എങ്ങനെയാണ് ഡൂമില്ലാതെ സീക്രട്ട് വാർസ് പറയാൻ പറ്റാത്തത്, അതേപോലെ തന്നെയാണ് ഡോക്ടർ സ്ട്രേഞ്ച് ഇല്ലാതെയും അത് പറയാൻ പറ്റത്തില്ല. കാരണം ഡോക്ടർ ഡൂമിൻ്റെ വലങ്കൈ ആയിട്ടുള്ളത് തന്നെ നമ്മുടെ ഡോക്ടർ സ്ട്രേഞ്ച് ആണ് എന്ന് വിചാരിച്ച് ഉപ്പില്ലാതെ കറി വെക്കാൻ പറ്റത്തില്ലെന്നല്ല. ചിലപ്പോൾ നമ്മുടെ ഡോക്ടർ സ്ട്രേഞ്ച് ഇല്ലാതെ സീക്രട്ട് വാർസ് പറയാം, പക്ഷേ ഉപ്പില്ലാതെ കറി വെച്ച് നമ്മളത് കഴിച്ചാൽ എങ്ങനെ ഉണ്ടാവും, അതുപോലെ ആയിരിക്കും ചിലപ്പോൾ ഡോക്ടർ സ്ട്രേഞ്ച് ഇല്ലാതെ സീക്രട്ട് വാർസ് വന്നു കഴിഞ്ഞാൽ. എന്തൊക്കെയാണെങ്കിലും ഈ അപ്ഡേറ്റ്സ് ലീക്സൊക്കെ കേട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ എന്താണെന്ന് താഴെ കമൻറ്റ് ചെയ്യുക. നിങ്ങൾക്ക് എന്ത് തോന്നുന്നു? ഹൾക്ക് വരും തോന്നുന്നുണ്ടോ? അപ്പോൾ പുതിയൊരു വീഡിയോയിൽ കാണുന്നവരെ ബൈ.